കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളെയൊക്കെ സ്തംഭിപ്പിക്കാൻ പോകുന്ന അതിരൂക്ഷമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്ക് ഇനി മുതൽ ഇന്ധനം നൽകില്ലെന്ന് പെട്രോൾ പമ്പ് ഉടമകൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, സർക്കാർ നൽകാനുള്ള ഭീമമായ കുടിശ്ശിക തന്നെയാണ്. ഏകദേശം 2000 കോടി രൂപയോളമാണ് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നായി പമ്പ് ഉടമകൾക്ക് ലഭിക്കാനുള്ളത്. ഇത്രയും വലിയൊരു തുക കുടിശ്ശികയായതോടെ തങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും ഇനി കടമായി ഒരു തുള്ളി ഇന്ധനം പോലും സർക്കാർ വാഹനങ്ങൾക്ക് നൽകില്ലെന്നുമാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായി 1 രൂപ പോലും നൽകാതെയാണ് പല സർക്കാർ വകുപ്പുകളും സർവീസ് നടത്തുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് പോലീസ് സേനയാണെന്ന ഗൗരവകരമായ കാര്യമാണ്. ക്രമസമാധാന പാലനത്തിനായി രാപ്പകൽ ഓടുന്ന പോലീസ് ജീപ്പുകൾക്കും വാനുകൾക്കും ഇന്ധനം നൽകിയ ഇനത്തിൽ മാത്രം കോടികളാണ് പമ്പുകൾക്ക് ലഭിക്കാനുള്ളത്. എണ്ണക്കമ്പനികൾ പമ്പുകൾക്ക് ക്രെഡിറ്റ് സൗകര്യം നിർത്തലാക്കിയതോടെ പമ്പ് ഉടമകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കമ്പനികൾക്ക് മുൻകൂറായി പണം നൽകിയാൽ മാത്രമേ ഇനി ഇന്ധനം ലഭിക്കൂ എന്ന സാഹചര്യത്തിൽ സർക്കാരിൽ നിന്ന് പണം കിട്ടാതെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ഇന്ധനം അടച്ചു കൊടുക്കാൻ തങ്ങൾക്കാവില്ലെന്ന് ഉടമകൾ പറയുന്നു. നേരത്തെ 15 മുതൽ 30 ദിവസം വരെയായിരുന്നു ഇന്ധനത്തിനുള്ള പണം നൽകാൻ അനുവദിച്ചിരുന്ന സമയം. എന്നാൽ മാസം 6 കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തത് സാധാരണക്കാരായ പമ്പ് ഉടമകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചു തുടങ്ങി. വായ്പയെടുത്തും മറ്റും പമ്പ് നടത്തുന്ന പലരും തിരിച്ചടവ് മുടങ്ങി ജപ്തി ഭീഷണിയിലാണ്. പോലീസ് പുറമെ വാട്ടർ അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങിയ പ്രധാന വകുപ്പുകളുടെ വാഹനങ്ങളും ഇന്ധനത്തിനായി സ്വകാര്യ പമ്പുകളെയാണ് ആശ്രയിക്കുന്നത്. ഇവർക്കെല്ലാം ഇന്ധനം നിഷേധിക്കുന്നതോടെ സർക്കാർ സംവിധാനങ്ങൾ പാടെ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് ഭരണത്തിന്റെ ചലനത്തെ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാർ വാഹനങ്ങളുടെ ഓട്ടം നിലച്ചാൽ അത് സാധാരണക്കാരായാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. പോലീസിന്റെ പട്രോളിംഗ് മുടങ്ങിയാൽ അത് നാടിന്റെ സുരക്ഷയെ ബാധിക്കും. കൂടാതെ അടിയന്തര സേവനങ്ങൾക്കും മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമായി എത്തുന്ന ഉദ്യോഗസ്ഥർക്കും അത് വലിയ തടസ്സമാകും. നിലവിൽ ജനങ്ങളിൽ നിന്ന് ഇന്ധന സർചാർജും നികുതിയും വഴി സർക്കാർ വലിയ തുക ഈടാക്കുന്നുണ്ടെങ്കിലും പമ്പുകൾക്ക് നൽകാനുള്ള ന്യായമായ തുക മാറ്റിവെക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. സർക്കാർ ഉടൻ ഇടപെട്ട് ഈ 2000 കോടിയുടെ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ കേരളത്തിലെ റോഡുകളിൽ സർക്കാർ വാഹനങ്ങൾ ഓടാത്ത അവസ്ഥ വരും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.